പ്രായമായി എന്ന കാരണത്താൽ നിങ്ങൾ നിരാശരാണോ? സഭാപ്രസംഗിയുടെ പുസ്തകം 9:10 വേദഭാഗം നിങ്ങളൊന്ന് നോക്കിക്കേ. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. ഉത്സാഹശീലരെ ഐശ്വര്യം തുണയ്ക്കുമെന്ന് അർത്ഥം വരുന്ന പോപ്പുലറായിട്ടുള്ള ഒരു ചൊല്ല് സംസ്കൃതത്തിലുണ്ട്. ഭാഗ്യം ആകാശത്ത് നിന്ന് പൊട്ടി വീഴുമെന്ന് പ്രതീക്ഷിച്ച് അലസരായിട്ടിരിക്കുകയല്ല, ലക്ഷ്യബോധത്തോടുകൂടെ വളരെ ഉത്സാഹപൂർവം പ്രയത്നിക്കുകയാണ് വിജയത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. ചിട്ട പഠിക്കേണ്ടത് സൂര്യനിൽ നിന്നാണെന്ന് പറയാറുണ്ട്. ഇന്നെനിക്ക് ശരിയായിട്ടുള്ള മൂഡില്ല, അല്പം താമസിച്ച് ഉദിക്കൂ എന്ന് സൂര്യൻ എപ്പോഴെങ്കിലും പറയുമോ? ഇല്ല. അസാധാരണമായ ഉന്മേഷമുള്ളവരെ നാം ശ്രദ്ധിക്കണം. നമ്മളുടെ മൊറാർജി ദേശായിയുടെ കാര്യം, അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1977 മാർച്ചിൽ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ചാർജ് എടുക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ക്ലേശകരമായ ജോലികളിൽ ഒന്നാണ് പ്രധാനമന്ത്രി സ്ഥാനമെന്ന് നമുക്കറിയാം. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം 82 വയസ്സായിരുന്നു. ഒട്ടുമിക്കവരും കഷായത്തിൻ്റെയോ കുഴമ്പിൻ്റെയോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയോ വിവരങ്ങൾ നിരത്തിയിട്ട് സ്വന്തം കാര്യം പറഞ്ഞ് അവരെ ബോറടിപ്പിക്കുന്ന പ്രായം. ഉത്സാഹം വളർത്താൻ ചില വഴികളുണ്ട് എന്നറിയുക. പലരും പറയാറുണ്ട്, ഞാൻ പ്രായമായി പോയി, അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയല്ല. ഇന്ന് ഈ എപ്പിസോഡിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഉത്സാഹത്തോടെ പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ മാർഗമെന്ന് പറയുന്നത്. ഉത്സാഹപൂർണമായ പ്രവർത്തനം പല നേട്ടങ്ങളിലും നമ്മെ കൊണ്ടെത്തിക്കും. ഉത്സാഹം അതിവേഗം അന്യരിലേക്ക് പകരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉത്സാഹമുള്ള ഒരാളുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ നീയും ഉത്സാഹമുള്ളവരായി മാറും. നാം ഉന്മേഷത്തോടെ പ്രവർത്തിക്കുകയാണ് എന്ന് വരികിൽ നമുക്ക് ചുറ്റുമുള്ളവരും ഉത്സാഹത്തിലേക്ക് വീഴാൻ സാധ്യതകൾ ഏറെയാണ്. 1 പത്രോസ് 3:13 കൂടി നിങ്ങളൊന്ന് വായിക്കുക. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആര്? ഗാന്ധിജി മാത്രമല്ല, ഏതു രാജ്യത്തെയും സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉത്സാഹം വിതറുന്നവരായിരുന്നു. പ്രവർത്തനങ്ങൾ നയിക്കുന്നവർ ഉത്സാഹശീലരായിരിക്കണം. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രായം കഴിഞ്ഞു പോയി, ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള ആ നിരാശാബോധത്തിൽ തുടരരുത്. ഉത്സാഹത്തോടെ പ്രവർത്തിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഹിം ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.